ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ സരയു പറയുന്നുണ്ട്, അച്ഛൻ എന്നെ വഴക്ക് പറയുമ്പോഴെല്ലാം അമ്മ എന്നെ കൂടുതൽ കൂടുതൽ സ്നേഹിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നിങ്ങനെ പറയുവാണ്. ആ സമയത്ത് സരയു പറയുന്നുണ്ട്, എന്തു പറ്റിയമ്മയും ചോദിക്കുമ്പോഴേക്കും നമ്മുടെ ഷാരി പറയുന്നുണ്ട്, ഒന്നുമില്ല മോളെ എന്നിങ്ങനെ പറയുവാണ്. അല്ല, അമ്മക്കെന്തോ വല്ലാത്ത വിഷമം പോലെ തോന്നുന്നുണ്ടല്ലോ എന്ന് ചോദിക്കുമ്പോഴേക്കും ഷാരി പറയുന്നുണ്ട്, എല്ലാം കൊണ്ടും തകർത്തോണ്ടിരിക്കുകയല്ലേ നിന്റെ അച്ഛൻ എന്ന് പറയുന്ന ആള്. എന്തു പറ്റിയമ്മേ, എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോഴേക്കും ഞാൻ പറയില്ല മോളെ, 1-2 ദിവസത്തിനുള്ളിൽ സത്യങ്ങളൊക്കെ അറിയാം എന്നിങ്ങനെ പറയുവാണ്. സരയു ചോദിക്കുന്നുണ്ട്, അല്ല അമ്മേ, ഇനി അമ്മക്കും ആ ഡൗട്ട് തോന്നി തുടങ്ങിയോ? ഞാൻ ആൻറ്റീനെയും സംശയിക്കാൻ കാരണം ആൻറ്റി ആ കിരണിനെയും കല്യാണിനെയും ആ ചന്ദ്രസേൻ എന്ന് പറഞ്ഞ ആളോടും കാണിക്കുന്ന സ്നേഹം ആത്മാർത്ഥമാണെന്ന് തോന്നിയത് കൊണ്ടിട്ടാണല്ലോ. ഇപ്പോൾ അമ്മക്കും അങ്ങനത്തെ ഒരു തോന്നൽ വന്നു തുടങ്ങി അല്ലേ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ഷാരി പറയുന്നുണ്ട്, അതൊക്കെ എന്തെങ്കിലും ആവട്ടെ മോളെ, എന്തായാലും നാളെ ആകുമ്പോഴേക്കും എല്ലാം അറിയാൻ പറ്റും എന്ന് പറയാണ്. ഇതിന് ശേഷം ഷാരി അവിടെ നിന്ന് പോകുമ്പോഴേക്കും സരയുവിന് എന്തൊക്കെയൊക്കെ സംശയം പോലെ തോന്നും കേട്ടോ. തൻ്റെ അമ്മ എന്താ തന്നോട് ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നാലോചിച്ചിട്ട് സരയും ആകെ വിഷമിച്ചങ്ങനെ നിൽക്കുന്നതാണ് കാണിക്കുന്നത്. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ മനോഹരനെയും അതുപോലെ തന്നെ നിഷേനെയാണ് കേട്ടോ. രണ്ടുപേരും കൂടി ഒരു ടെക്സ്റ്റൈലിലൊക്കെ വന്ന് നിൽക്കുവാണ്. അങ്ങനെ നിഷയ്ക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സെല്ലാം തന്നെ മനോഹരമ്മേ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട്, മോൾക്ക് ഇത് ഇഷ്ടമായോ എന്ന് ചോദിക്കുമ്പോൾ റോണിയേട്ടന് ഇഷ്ടമായോ, റോണിയേട്ടന് ഇഷ്ടമായെങ്കിൽ എനിക്കും ഇഷ്ടമായോ എന്ന് പറയുവാണ്. അതിനുശേഷം നമ്മുടെ മനോഹർ ആ ഡ്രസ്സ് എടുത്ത് ആ ഡ്രസ്സ് എന്ന് പറഞ്ഞിട്ട് വേറൊരു ഡ്രസ്സ് എടുക്കുവാണ്. അതിനുശേഷം അതും ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത് ഇഷ്ടമായോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, റോണിയേട്ടന് ഇഷ്ടപ്പെട്ടത് എന്താണോ അതെല്ലാം തന്നെ എനിക്കും ഇഷ്ടമാണ് എന്ന് നിഷ പറയുമ്പോഴേക്കും പെട്ടെന്നാണ് നമ്മുടെ മനോഹർ ഇങ്ങനെ നോക്കുമ്പോഴേക്കും അവിടെ നിന്ന് നമ്മുടെ മേഘ്നയും അതുപോലെ തന്നെ കല്യാണിയും കൂടി സ്റ്റെപ്പ് ഇറങ്ങി വരുന്നത് കാണുന്നത്. ഭാഗ്യത്തിന് അവർ മനോഹറിനെ കാണുന്നില്ല കേട്ടോ. മനോഹർ അപ്പം തന്നെ ആ സെയിൽസ് ഗേളിനോട് പറയുന്നുണ്ട്, മതി മതി, ഈ ഡ്രസ്സ് മതി, ഇത് സെലക്ട് ചെയ്ത് പെട്ടെന്ന് പാക്ക് മോളെ, പെട്ടെന്ന് പാക്ക് ഇത് മതി, ഇത് സെലക്ട് ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് വേഗം തന്നെ ഓടി പുറത്തേക്ക് പോകുക കേട്ടോ. ആ സമയത്ത് നിഷ പറയുന്നുണ്ട്, ഈ ഡ്രസ്സ് മതി, ഇത് പാക്ക് ചെയ്തോളൂ എന്നിങ്ങനെ പറയാണ്. അതിനുശേഷം മനോഹർ വേഗം ഓടിപ്പോയിട്ട് കാറിൻ്റെ ഉള്ളിൽ പോയി ഇരിക്കട്ടോ. കാണാതിരുന്നാൽ മതിയായിരുന്നു എന്നൊക്കെ വെച്ച് കാറിൻ്റെ ഉള്ളിൽ പോയി ഇരിക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ മേഘ്നയാണെങ്കിൽ കല്യാണെടുത്ത് പറയുന്നുണ്ട്, നോക്ക് ചേച്ചി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നിഷേനെ ഇങ്ങനെ കാണിച്ചു കൊടുക്കുവാണ്. അതിനുശേഷം മേഘ്ന പതുക്കി നിഷയുടെ അടുത്തേക്ക് പോകാൻ പോകുമ്പോൾ കല്യാണി പറയുന്നുണ്ട്, വേണ്ട മേഘ്നെ, അവളും അവളുടെ അമ്മയും പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, എവിടെ വെച്ച് കണ്ടെങ്കിൽ മുഖത്ത് നോക്കാതെ പോലും തിരിഞ്ഞു പോകണമെന്ന് പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ എന്നിങ്ങനെ പറയാണ്. സത്യം പറഞ്ഞാൽ മേഘനെ അർജുൻ മരിച്ച ശേഷം മേഘ്നയും കൂട്ടിക്കൊണ്ട് മേഘ്നയുടെ വീട്ടിൽ പോയപ്പോൾ അച്ഛൻ ഭയങ്കര സോഫ്റ്റ് ആയിട്ടാണ് സംസാരിച്ചത്. വല്ലാത്ത കുഴപ്പമൊന്നുമില്ല, തന്നോട് ചെറിയൊരു ദേഷ്യമുണ്ട്, അത് മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് സ്വന്തം മകളാന്നൊരു തോന്നൽ അദ്ദേഹത്തിനുണ്ട്. പക്ഷേ മേഘ്നയുടെ രണ്ടാനമ്മക്കും നിഷക്കും അതില്ല എന്നിങ്ങനെ പറയുവാണ്. അതുകൊണ്ട് അവരങ്ങനെയൊക്കെ സംസാരിക്കണത്, അതുകൊണ്ട് അവരുടെ സംസാരിക്കേണ്ട കാര്യമൊന്നുമില്ലെന്ന് പറയുമ്പോൾ, ചേച്ചി, ഞാൻ അവളെ ഒരുപാട് സ്നേഹിച്ചിട്ടുണ്ട്. ചെറുപ്പത്തിൽ അവൾ ഒരുപാട് കുറുമ്പ് കാണിക്കുമായിരുന്നു. പക്ഷെ അതൊക്കെ ഞാൻ ക്ഷമിച്ചിട്ടേ ഉള്ളൂ, അവളുടെ കൂടെ നിന്നിട്ടേ ഉള്ളൂ. അവളുടെ കല്യാണമൊക്കെ ആവാൻ പോവല്ലേ, ഞാനൊന്ന് സംസാരിച്ച് വരട്ടെ ചേച്ചി എന്ന് പറയട്ടെ. മേഘന അവിടെ നിന്ന് നിഷയുടെ അടുത്തേക്ക് പോവാട്ടോ. മോളെ എന്ന് വിളിച്ചിട്ടാണ് പോണത്. ആ സമയത്ത് നിഷ പെട്ടെന്ന് തിരിഞ്ഞു നോക്കിയിട്ട്, നീയോ, നിന്നെ ഒന്നും കാണുന്നത് പോലും എനിക്ക് ഇഷ്ടമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ, എവിടെ വെച്ചെങ്കിലും കണ്ടെങ്കിൽ തന്നെ മുഖം തിരിച്ചു പോകണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ എന്നിങ്ങനെ പറയുകയാണ്. ആ സമയത്ത് മേഘന ആകെ വിഷമിച്ചിരിക്കുമ്പോൾ കല്യാണി അടുത്തേക്ക് വരുന്നുണ്ട്. എടി നോക്ക്, ഇത് നിൻ്റെ ചേച്ചിയാണ് എന്ന് പറയുമ്പോൾ, ചേച്ചിയോ, എനിക്കൊരു ചേച്ചി ഉണ്ടായിരുന്നു, പക്ഷേ എന്നെ എൻ്റെ വീട്ടുകാരൊക്കെ വിഷമിപ്പിച്ചിട്ട് അവൾ വേറൊരുത്തിൻ്റെ കൂടെ ഇറങ്ങിപ്പോയി. ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ നിങ്ങൾ ഇന്നലെ അമ്പലത്തിൽ വെച്ച് കണ്ടപ്പോഴേക്കും. അങ്ങനെ ഇറങ്ങിപ്പോയി അവൾ. അന്ന് ഞങ്ങളുടെ മനസ്സിലൊക്കെ ചത്ത് കഴിഞ്ഞു. ഈ ചത്ത ഒരാളെ ഡെഡ് ബോഡി എടുത്ത് എങ്ങനെയാണ് ചേച്ചിയായിട്ട് കാണുക, എങ്ങനെ അവർക്ക് സംസാരിക്കുക എന്നൊക്കെ പറയുമ്പോൾ കല്യാണിക്ക് ആകെ ദേഷ്യം വരും കേട്ടോ. അതിനുശേഷം കല്യാണി പറയുന്നുണ്ട്, മേഘ്നെ, നിനക്ക് മടിയില്ലേ ഇവരോടൊക്കെ സംസാരിക്കാനായിട്ട്? നിഷയ്ക്ക് പേടിയാണ്, സ്വത്തുക്കളൊക്കെ നിനക്ക് പകുതി കൊടുക്കേണ്ടി വരുമെന്നുള്ള പേടി എന്ന് പറയുമ്പോൾ നിഷ പറയുന്നുണ്ട്, എനിക്ക് അങ്ങനത്തെ ഒരു പേടിയില്ലെന്ന് പറയുമ്പോൾ കല്യാണി പറയുന്നുണ്ട്, നീ അങ്ങോട്ട് ഒരുപാട് കെയറല്ലേ മോളെ, നിന്റെ കല്യാണം എന്നൊക്കെയല്ലേ പറഞ്ഞത്, നോക്ക്, ഞാനൊരു കേസും വക്കാനോ ഒക്കെ ആക്കിയിട്ട് കഴിഞ്ഞ് വന്നേ ഉള്ളൂ, അതുകൊണ്ട് നിനക്ക് എന്നെക്കുറിച്ച് ശരിക്കും അറിഞ്ഞൂടാ. കേസിനെങ്ങാനും മേഘ്ന പോയാലുണ്ടല്ലോ, സ്വത്തിൻ്റെ പകുതിയിൽ നല്ലൊരു അംശം മേഘ്നക്ക് കൊടുക്കേണ്ടി വരും. അറിയാലോ, ആദ്യത്തെ മോള് മേഘ്നയാണ്, പിന്നെ നിൻ്റെ അമ്മ രണ്ടാനമ്മയാണ്, അതിൻ്റെ പരിഗണന വെച്ചിട്ടുള്ള സ്വത്തുക്കളും കാര്യങ്ങളെ നിനക്ക് കിട്ടുള്ളൂ എന്ന് പറയുമ്പോഴേക്കും നിഷ പറയുന്നുണ്ട്, എനിക്കത് മനസ്സിലായി, സ്വത്തുക്കൾക്ക് വേണ്ടിയിട്ടുള്ള ഇവളുടെ അടവാണ് ഇതെന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാമെന്ന് പറയുമ്പോൾ നമ്മുടെ കല്യാണി പറയുന്നുണ്ട്, സ്വത്തുക്കളൊന്നും നിങ്ങൾ കൊടുക്കാൻ നിൽക്കണ്ട, അതിലൊന്നും മേഘ്നക്ക് ഒരു കണ്ണുമില്ല, അതിൻ്റെ ഒരു ആവശ്യവും മേഘ്നയ്ക്ക് ഇനിയില്ല എന്ന് പറയുവാണ്. അപ്പോഴൊക്കെ കടയിൽ എല്ലാവരും ഇവരെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. ആ സമയത്ത്
കല്യാണി എല്ലായിടത്തോട്ട് പറയുന്നുണ്ട് സ്വന്തം ചേച്ചിയാണ് എന്നിട്ടാണ് ഇവൾ ഇങ്ങനെയൊക്കെ സംസാരിക്കണത് എന്നൊക്കെ പറയാണ്. ആ സമയത്ത് നിഷ നോക്ക് ഞാനൊരു അമേരിക്കക്കാരനെ കല്യാണം കഴിക്കാൻ പോവാം, കല്യാണം കഴിഞ്ഞിട്ട് ഞാനും എൻ്റെ അമ്മയും അച്ഛനൊക്കെ അമേരിക്കയിലേക്ക് പോകും എന്ന് പറയാണ്. അതുവരെ നീ നിൻ്റെ മുഖം പോലും കാണുന്നത് എനിക്കിഷ്ടമല്ല. പിന്നെ കല്യാണി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അടുത്ത് എനിക്കൊരു കാര്യം പറയാനുണ്ട്. നിങ്ങളിവിടെ ഏറ്റെടുത്ത് കൊണ്ടുപോയി നടക്കുവാണല്ലോ, നോക്കിക്കോ നാളെ നിങ്ങൾ വിഷമിക്കും. ജാതകദോഷമുള്ളവളായവള് ഇവളെവിടെ പോയാലും ആ സ്ഥലം മുടിഞ്ഞു പോകും. ഞങ്ങളുടെ വീട് മുടിഞ്ഞു, പക്ഷെ ഇവൾ പോയി കഴിഞ്ഞപ്പോഴുണ്ടല്ലോ വീട്ടിൽ നല്ല പ്രകാശമോ വെളിച്ചമോ വെട്ടമോ ഒക്കെ ഉണ്ട്. അതുകൊണ്ട് നിങ്ങളിപ്പോൾ കൂട്ടില്ല, ഇനി നിങ്ങളുടെ വീട്ടിലായിരിക്കും ദുരന്തങ്ങൾ ഉണ്ടാവുന്നത്, നോക്കിക്കോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നിഷ അവിടെ നിന്ന് അങ്ങോട്ട് ദേഷ്യത്തോടു കൂടി തന്നെ ഇറങ്ങി പോകുവാട്ടോ. അതേസമയം മനോഹറാണെങ്കിൽ കാറിൽ നിന്നിട്ട് ആകെ കാണുന്നില്ലല്ലോ, എത്ര നേരം ഇനി അവരെങ്ങാനും എന്നെ കണ്ടു കാണുമായിരിക്കുമോ, ദൈവമേ കണ്ടു കാണല്ലേ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കെ തന്നെ സരിയുടെ ഫോൺ വീണ്ടും മനോഹറിൻ്റെ ഫോണിലേക്ക് ഇങ്ങനെ വരുവാട്ടോ. ഇവളൊരുത്തി വീണ്ടും വിളിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞിട്ട് ഫോൺ ഇങ്ങനെ കട്ട് ചെയ്യുവാണ്. അതിനുശേഷം നമ്മുടെ വരുന്നില്ലല്ലോ എന്ന് കാത്തിരിക്കുമ്പോഴേക്കും നിഷ അവിടെ നിന്ന് ഇറങ്ങി വരുവാട്ടോ. ഇറങ്ങി പോയി കഴിയുമ്പോഴേക്കും നമ്മുടെ മനോഹർ വേഗം തന്നെ ഫോൺ എടുത്തിട്ട് ഹലോ അതെ നിങ്ങൾ ഞാൻ പറഞ്ഞിട്ടാണോ പെട്ടെന്ന് കൊറിയേന്ന് ഇങ്ങോട്ട് വന്നത്? ഇതൊക്കെ ഇവിടെ എൻ്റെ കല്യാണത്തിൻ്റെ കാര്യങ്ങളിലും തിരക്കിലൊക്കെ ഞാൻ ആകെ ബിസിയാണ്, ആ സമയത്താണോ നിങ്ങൾ വരുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഫോണിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് നിഷ കാറിൽ കേട്ടിട്ട് ചോദിക്കുന്നുണ്ട് ആരാ റുണിയേട്ടാ എന്നിങ്ങനെ ചോദിക്കുകയാണ്. ആ സമയത്ത് നിഷത്തിൻ്റെ കൈ കൊണ്ട് ഇങ്ങനെ കാണിക്കുന്നുണ്ട് മനോഹർ. അതെ എന്തായാലും നിങ്ങൾ കൊറിയൻ ഇത്രയും ദൂരം വന്നതല്ലേ, എനിക്ക് കാണാതിരിക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് ഞാൻ വരാം എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യുവാണ്. അതിനുശേഷം നിഷ ചോദിക്കുന്നുണ്ട് ആരാ റോണിയേട്ടാ വിളിച്ചതെന്ന് ചോദിക്കുമ്പോൾ അത് കൊറിയെന്നുള്ള കുറച്ച് ബിസിനസ് പാർട്ട്നേഴ്സാണ് എന്ന് പറയുമ്പോൾ കൊറിയെന്നാണോ, അപ്പം ഞാൻ ചോദിച്ചൊന്നും കേട്ടിട്ടുണ്ടാവില്ലായിരിക്കും അല്ലേ എന്ന് പറയുമ്പോൾ അതെ കേട്ട് കാണില്ല എന്ന് പറയാണ്. അല്ല അതിനാ റോണിയേട്ടൻ അവരോട് മലയാളത്തിലല്ലേ സംസാരിച്ചത്, കൊറിയക്കാർക്ക് മലയാളം അറിയാവോ എന്ന് നിഷ ചോദിക്കുമ്പോൾ അത് കൊറിയൻ മലയാളികളാണ് മോളു, അതുകൊണ്ട് അവർക്ക് മലയാളം അറിയാം എന്ന് പറയുമ്പോൾ അങ്ങനെ അല്ല മോളു എന്ത് താമസിച്ചത് എന്ന് ചോദിക്കുമ്പോൾ ഒന്നും പറയണ്ട, എൻ്റെ ചേച്ചി എന്ന് പറഞ്ഞ എണ്ണം കെട്ടവളുണ്ടല്ലോ അവൾ ആ ടെക്സ്റ്റൈൽ ഉണ്ടായിരുന്നു. ഈ ടെക്സ്റ്റൈലിലോ? അതെ ഞാൻ കണ്ടു, വയറ് നിറച്ച് 2 കൊടുത്തിട്ട് പറഞ്ഞിട്ടാണ് ഞാൻ വന്നിരിക്കണത് എന്ന് പറയാണ്. എങ്കിലേ നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോകാം, അത് തന്നെയാണ് നമുക്ക് നല്ലത് എന്ന് പറയുവാട്ടോ. അതിനുശേഷം നമ്മുടെ നിഷേനെയും കൂട്ടിക്കൊണ്ട് നമ്മുടെ മനോഹർ അവിടെ നിന്ന് പെട്ടെന്ന് വിട്ടുവിടുവാണ് കേട്ടോ കല്യാണിനെ മേഘനെ കാണുന്ന മുമ്പ് തന്നെ. അതേസമയം ബില്ലൊക്കെ കല്യാണി അടക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ കല്യാണി പറയുന്നുണ്ട്, നോക്ക് മേഘനെ ഇഷ്ടപ്പെട്ടത് എന്താ വെച്ചാൽ നോക്കി എല്ലാം വാങ്ങിച്ചോളണം കേട്ടോ, ഈ സാരി എന്തെങ്കിലും ഇഷ്ടപ്പെട്ടെങ്കിൽ എടുക്കാം എന്നിട്ട് പാട്ട് 2 സാരിയും കൂടി എടുക്കുന്നുണ്ട്. ആ സമയത്ത് മേഘനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മേഘനത് പറയണ്ടേ എന്തിനാ മേഘനെ നീ കരയണത്, നോക്ക് അവൾ കല്യാണം കഴിഞ്ഞിട്ട് അമേരിക്കയിൽ പോകുന്നല്ലേ പറഞ്ഞു, പോണെങ്കിൽ പോട്ടെ എന്നിങ്ങനെ പറയുകയാണ്. അതിനുശേഷം ബില്ലൊക്കെ അടിച്ചിട്ട് കല്യാണി പുറത്തേക്ക് വരുമ്പോഴും മേഘനെ പറയുന്നുണ്ട്, എങ്കിലും ഞാൻ അവളെ ഒരുപാട് സ്നേഹിച്ചതാണ് ചേച്ചി, എന്നിട്ട് അവൾ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടല്ലോ എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ കല്യാണി പറയുന്നുണ്ട്, നോക്ക് മേഘനെ എനിക്ക് ഈ ശബ്ദം കിട്ടിയിട്ട് വളരെ കുറച്ച് നാളേ ആയിട്ടുള്ളൂ, പക്ഷേ എനിക്ക് വല്ലതൊരു പേടിയുണ്ട്, ഈ ശബ്ദം എപ്പോഴെങ്കിലും എനിക്ക് നഷ്ടപ്പെടുമെന്ന് ഓർത്തിട്ട് ഡോക്ടർ അത് പറഞ്ഞിട്ടുണ്ട്, എല്ലാ ദിവസവും രാവിലെ ആകുമ്പോൾ ഞാൻ പേടിയോട് കൂടിയിട്ടാണ് എഴുന്നേൽക്കുന്നത്, എൻ്റെ ശബ്ദം ഉണ്ടോ അറിയാനായിട്ട്, അതുകൊണ്ട് ഞാൻ എല്ലാ ദിവസവും എപ്പോഴും എനിക്ക് സംസാരിച്ചുകൊണ്ടേയിരിക്കും, ഇപ്പം എനിക്കതൊരു ശീലമായി എന്നിങ്ങനെ പറയാണ്. അവളെക്കുറിച്ച് ആലോചിച്ച് മേഘനെ വിഷമിക്കേണ്ട, അവൾ പറഞ്ഞതെന്താണ് കല്യാണം കഴിഞ്ഞിട്ട് അവളും അവളുടെ അച്ഛനും അമ്മയൊക്കെ അമേരിക്കയിൽ പോകുന്നു, നമ്മുടെ നാട് ഇഷ്ടപ്പെടാണ്ട് അമേരിക്കയിൽ പോണെങ്കിൽ പോട്ടെ മേഘന എന്ന് പറയാണ്. ശരിക്കും പറഞ്ഞാൽ ഈ നാട്ടിൽ തന്നെ നമുക്ക് ജോലി എടുത്ത് ജീവിക്കാനുള്ള എല്ലാ സംഭവങ്ങളും ഈ നാട്ടിൽ തന്നെയുണ്ട്, എന്നിട്ട് ഈ നാടിനൊരു പുച്ഛമായിട്ട് പോണ ആൾക്ക് പോട്ടെ, അതുപോലെ തന്നെയായിരിക്കും അവരുടെ ജീവിതവും എന്നിങ്ങനെ പറയുവാണ്. മേഘന എന്തായാലും ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട എന്ന് പറയാണ്. അതിനുശേഷം വണ്ടിയിലേക്ക് കയറിയിട്ട് കല്യാണി പറയുന്നുണ്ട് മേഘന എടുത്ത്, നോക്ക് മേഘനെ നാളെ ഒരു സമയത്ത് ചിലപ്പോൾ മേഘനയുടെ ജനിക്കാൻ പോകുന്ന കുഞ്ഞിനെ ചിലപ്പോൾ ജനിച്ചു കഴിഞ്ഞാൽ കുഞ്ഞിനെ ഏറ്റെടുക്കാൻ വേണ്ടി നല്ല ചിലപ്പോൾ ചെറുപ്പക്കാർ വരുവാണെങ്കിൽ മേഘന തീർച്ചയായിട്ടും അവരെ അംഗീകരിക്കണം. ഒരിക്കലും നമ്മുടെ സമൂഹത്തിൽ അങ്ങനത്തെ ആൾക്കാരും ഉണ്ട്, നല്ല ചെറുപ്പക്കാർ. ഇപ്പോൾ സോണിയുടെ കാര്യം തന്നെ മേഘനയ്ക്ക് അറിയാലോ എന്ന് പറയാണ്. സോണിനെ ഏറ്റെടുത്തിരിക്കുന്ന ആൽബേട്ടനുണ്ടല്ലോ, വളരെ നല്ല പയ്യനാണ്, അതുപോലത്തെ ഒരാൾ മേഘനയുടെ ജീവിതത്തിലും വരുവാണെങ്കിൽ മേഘന തീർച്ചയായിട്ടും നല്ലൊരു ജീവിതത്തിലേക്ക് കടക്കണം, അതാണ് എൻ്റെ കിരണേട്ടൻ്റെയൊക്കെ ആഗ്രഹം എന്ന് പറയുമ്പോൾ മേഘന പറയേണ്ടില്ല ചേച്ചി, എനിക്ക് ഒരിക്കലും അതിന് സാധിക്കില്ല, അർജുനേട്ടനെ മറന്നു ജീവിച്ചു, എനിക്ക് വേറൊരു ബന്ധം വേണ്ട ചേച്ചി എന്ന് പറയുമ്പോൾ കല്യാണി ഇങ്ങനെ പറയുന്നുണ്ട്, അങ്ങനെ പറയില്ല മേഘനെ, ചിലപ്പോൾ ദൈവം അങ്ങനത്തെ ഒരു വിധിയാണ് മേഘനയ്ക്ക് തരുന്നതെങ്കിലോ നല്ലൊരു ചെറുപ്പക്കാരൻ ചിലപ്പോൾ ജീവിതത്തിലേക്ക് കടന്നു വന്നാലും മതി എന്ന് പറയുമ്പോൾ തന്നെ നമുക്കൊരു കാര്യം മനസ്സിലാക്കാം, മിക്കവാറും ഇനി ബൈജു എങ്ങാനും ആയിരിക്കുമോ നമ്മുടെ മേഘനെ കല്യാണം കഴിക്കണത്, എന്തായാലും അതുടനെ തന്നെ കാത്തിരുന്ന് തന്നെ അറിയാം. അതേസമയം നമ്മുടെ ഷാരിയാണെങ്കിൽ വീട്ടിലാകെ വിഷമിച്ചിരിക്കുക കേട്ടോ. ഷാരിയുടെ മനസ്സിൽ ആകെ ഒരു വിചാരം മാത്രമേ ഉള്ളൂ, അമ്പലത്തിൽ വെച്ച് കണ്ടപ്പോൾ കല്യാണി പറഞ്ഞത്, നിങ്ങൾ വേണമെങ്കിൽ
സത്യസന്ധമായിട്ട് തെളിയിക്ക്. സരിയു നിങ്ങളുടെ മകളാണെന്ന് അങ്ങനെ നിങ്ങൾ തെളിയിക്കുകയാണെങ്കിൽ ഞാൻ കിരണേട്ടനായിട്ടുള്ള എല്ലാ ബന്ധവും വേർപെടുത്താം എന്ന് കല്യാണി ആത്മവിശ്വാസത്തോടെ പറഞ്ഞ കാര്യവും അതുപോലെ തന്നെ നമ്മുടെ എലിസബത്ത് ഷാനിയെടുത്ത് പറഞ്ഞല്ലോ, നീ ഇത് എവിടെ കൊണ്ട് പരിശോധിച്ചാലും നിനക്ക് ഒരു റിസൾട്ട് മാത്രമേ കിട്ടുള്ളൂ, നിന്റെ കൂട്ടുകാരത്തിൻ്റെ മകളല്ല അത് എന്ന് എലിസബത്ത് പറഞ്ഞല്ലോ. അത് മാത്രം എലിസബത്ത് വേറൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു, അങ്ങനെ അവളുടെ മകളാണ് അതെന്ന് നീ തെളിയിച്ചു കഴിഞ്ഞാൽ ഞാൻ ഈ ജോലി രാജിവെക്കുമെന്ന് മാത്രമല്ല നീ പറഞ്ഞതെല്ലാം ഞാൻ കേൾക്കും എന്ന് പറഞ്ഞ ആ ഒരു വാക്കുകൾ മാത്രമേ ഉള്ളൂ. അത് ആലോചിച്ച് നമ്മുടെ ഷാരി വിഷമിക്കുന്ന ഭാഗത്തോടാണ് എപ്പിസോഡ് തീരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.